നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമസോൺ ടൂൾസ് ആണ്. നമ്മളെ പേഴ്സണൽ കെയറിനൊക്കെ യൂസ് ചെയ്യുന്ന അതിനകത്ത് ബോഡി കെയർ ഉണ്ട്, ഹെയർ കെയർ ഉണ്ട്, പിന്നെന്താ സ്കിൻ കെയർ ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും പെടുന്ന കുറച്ച് ടൂൾസ് ആണ്. സോ നമ്മളെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു ബോഡി ട്രിമ്മർ ആണ്. ഇത് ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ നമ്മളെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ട്രിമ്മർ ആണ് കേട്ടോ. ഇത് കയ്യിലെയും കാലിലെയും ഒക്കെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ വാക്സ് ചെയ്യാൻ പേടിയാണ്, അതുപോലെ റേസർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ വലിയ താല്പര്യം, സാധാ റേസർ വെച്ചിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ഇതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കും. കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാൻ ഇതൊക്കെ ഒരു 1-1.5 കൊല്ലമായിട്ട് യൂസ് ചെയ്ത് വരുന്ന പല പ്രൊഡക്ട്സും ഇതിനകത്തുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്. ഓപ്പൺ ചെയ്യാനാണ്. ഓക്കെ, ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ്. നല്ല നല്ല ബ്ലേഡ്സ് ഉണ്ട്. നമുക്ക് അങ്ങനെ കൈയും കാലും മുറിയൊന്നുമില്ല. നമുക്ക് വെള്ളത്തിന്റെ അടിയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാം. എന്ന് വെച്ചാൽ ഷവറിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ മുഖത്തുള്ള രോമൊക്കെ കളയാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് ബ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ തന്നെയാണ്. മിനി ഹെയർ റിമൂവർ എന്ന് പറയും. ഇത് ആ റൗണ്ട് ഹെഡ് വരുന്ന മിനി ഹെയർ റിമൂവർ ആണ് കേട്ടോ. ഇതൊക്കെയും ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. നമ്മൾ ഇങ്ങനെ തിരിച്ചാൽ ഇതിനകത്ത് ഒരു ലൈറ്റ് കത്തിയിട്ട് നമുക്ക് സുഖമായിട്ട് നമ്മളെ ഹെയർ ഒക്കെ മുഖത്തുള്ളതൊക്കെ കളയാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ബാറ്ററി ഇല്ല. ഇതിന്റെ ബാറ്ററി തീർന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലം ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴുള്ള ബാറ്ററി വെച്ചിട്ട് തന്നെ നോക്കാം. എനിക്ക് പുതിയ ബാറ്ററി ഇടണം. ഇതെന്ന് പറയുന്നത് ഐബ്രോ റേസർ ആണ്. നമ്മൾ നേരത്തെ കാണിച്ച ഫേസ് റിമൂവർ ഒക്കെ മിനി ഫേഷ്യൽ ഹെയർ റിമൂവർ നമുക്ക് ഐബ്രോസ് ഒന്നും പ്രിസൈസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഐബ്രോസ് ഒക്കെ പ്രിസൈസ് ആയിട്ട് എടുക്കാൻ പറ്റും. 2 ഹെഡ് വരുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താ ചെറിയ ഇങ്ങോട്ട് മുകളിലേക്കുള്ള വലിയതൊക്കെ ഈ വലിയ ഹെഡ് വെച്ചിട്ടും അടിഭാഗത്തൊക്കെ ചെറിയ ഹെഡ് വെച്ചിട്ടും എടുക്കാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആണ്. പക്ഷെ എനിക്ക് മറ്റതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം നമുക്ക് ഈസിയാണ്. ഭയങ്കര ഈസി ആയിട്ട് നമ്മൾ നോക്കുന്നു വേണം. ഇങ്ങനെ കണ്ണാടി എന്തില്ലെങ്കിൽ ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി, അത് മുടി കുക്കോളും. സോ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ കെയർ റേഞ്ചിൽ വരുന്നതാണ്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമുക്ക് മുടി ഉണക്കേണ്ടി വരില്ല. പക്ഷെ എന്നും ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്തിട്ട് മുടി ഉണക്കാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് അലൻട്രോമൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ബ്ലോ ഡ്രയർ ആണ്. ഇതിനകത്ത് ഒരു 3 സെറ്റിംഗ്സ് ഉണ്ട്. ഒന്ന് കോൾഡ് എയർ വരുന്നതാണ്, പിന്നെ ഒന്ന് 1 ഹീറ്റും 2 ഹീറ്റും 2 ഹീറ്റ് സെറ്റിംഗും, അങ്ങനെ ഹോട്ട് എയർ വരുന്ന സെറ്റിംഗ് ഒക്കെ. ആൻഡ് ഇതിന്റെ മുകളിൽ ഇവിടെ ഒരു ചെറിയൊരു വേറൊരു സാധനം കൂടി ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് വാർഡ്രോബിൽ ഇരിക്കുക. അത് ഞാൻ എടുക്കാൻ മറന്നു. പക്ഷെ അതെല്ലാം എനിക്ക് മനസ്സിലായില്ല. നമുക്കിപ്പോ പാർലറൊക്കെ പോയിട്ട് അവരിങ്ങനെ അങ്ങനെയൊക്കെ തരില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിന്റെ ശരിക്കല്ല, അങ്ങനത്തെ ഒരു സാധനമാണ് ഇതിന്റെ മുകളിലുള്ളത്. സോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഐറ്റം. നമ്മളെ ഹെയർ കെയർ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ട്. ആരും വെച്ചാൽ ഞാനല്ല എൻ്റെ അനിയത്തി. കുറച്ച് കൂടിയാണെന്ന് വെച്ചാൽ എനിക്ക് വെച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് എന്നും പോകുന്നതൊക്കെ കാണാറ്. ഞാൻ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ചില ദിവസങ്ങളൊക്കെ വെള്ളം കുടിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഡെയിലി ആവശ്യം വരാറില്ല. സോ ഇതാണ് നമ്മളെ അടുത്ത ഐറ്റം. അടുത്തതെങ്കിലും നമ്മളത് ഒരു ഹെയർ കെയർ ടൂളാണ്. ഇതെന്ന് പറഞ്ഞാൽ ജബാന്റെ കാലത്തുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തൃശ്ശൂരിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഓൾമോസ്റ്റ് ഇപ്പം 6 കൊല്ലമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഇത് വർക്ക് ചെയ്യും. ഇത് ഫിലിപ്സിന്റെ ആദ്യത്തെ ഒക്കെ ഒരു സംഭവമാണ്. ഇത് ഞാൻ വാങ്ങിയ സമയത്ത് ഞാൻ 1200-1600 രൂപയാണ്. ഇതിങ്ങനെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്തതാ. കുറച്ചും കൂടി ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആത്മാവിനെ വിട്ടെടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഇപ്പോഴും ഇത് വർക്ക് ചെയ്യും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം. ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിന്റെ വേറെ 1-2 എണ്ണം കുറച്ചും കൂടെ വലിയ അയണൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ താഴെ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ഐറ്റം. അടുത്തെന്ന് പറയുന്നത് ഫിലിപ്സിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഫിലിപ്സിന്റെ ഹെയർ കോംബ് എന്താ പറയാ, ഹെയർ കോംബ് ഹീറ്റിംഗ് ടൂൾ, അങ്ങനെ എന്താണ്ടായിരുന്നു ഇതിന്റെ പേര്. ഇതിന്റെയൊക്കെ ഔട്ടർ പാക്കേജിംഗ് ഒക്കെ ഞാൻ കളഞ്ഞു. ഇതും ഇതേപോലെ ഞാൻ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് വാങ്ങിയതാണ്. ഫസ്റ്റ് ഇയർ എങ്ങാണ്ട് പഠിക്കുന്ന സമയത്ത് വാങ്ങിയതാണ്. കാരണം ഇതൊക്കെ ഭയങ്കര വയറലായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടപ്പോൾ എന്തായാലും വേണം. എന്റെ ആ ചുരുണ്ട കാപ്പയും കൂടി ഇപ്പൊ സ്ട്രൈറ്റ് ആവുന്ന വിചാരിച്ച് വാങ്ങിയത്. പക്ഷെ ഭയങ്കര ചുരുണ്ട മുടിയുള്ളവർ ഇത് വാങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്. അത്ര അടിപൊളിയായിട്ടൊന്നും നിൽക്കില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു വേവി ഹെയർ ഒക്കെ ആണെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ഇപ്പൊ ചീപ്പ് വെച്ച് ചെയ്യുന്ന പോലെ തന്നെ ചീകി പോവാം. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടെ പണിയുണ്ട്. നമ്മൾ ഫ്ലാറ്റ് അയൺ ആകുമ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഇത്. പക്ഷെ ഇതിനേക്കാളും നല്ലത് മറ്റേതാണ്. ഏത് ഫ്ലാറ്റ് അയൺ, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സോ ഇതിന് വലിയൊരു കോഡൊക്കെ വരുന്നുണ്ട്. നല്ല ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഇതിനും എഗെയിൻ 2 ഹീറ്റ് സെറ്റിംഗ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് നല്ലതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഭയങ്കര ചുരുന്ന മുടിയാണെങ്കിൽ ഇത് അത്ര അങ്ങോട്ട് നിൽക്കില്ല, അത്ര നേരം അങ്ങോട്ട് നിൽക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം. സോ നമ്മൾ അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലോ ഡ്രയർ ബ്രഷ് ആണ്. ഇത് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ഇതേപോലത്തത് അലൻട്രോമിനുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പം അതിനേക്കാളും കൂടുതൽ റിവ്യൂ ഒക്കെ ഉള്ളത് ഇതിനായിരുന്നു. അങ്ങനെ ഞാനിത് വാങ്ങിച്ചതാണ്. നമുക്ക് ഈ സലൂൺ ടൈപ്പ് അല്ലെങ്കിൽ സലൂൺ സ്റ്റൈലൊക്കെ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇത് അറിയുന്നവർക്ക് കൈ കിട്ടിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. ഞാൻ ഇത് വെച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചടിച്ചെന്നല്ലാണ്ട് എനിക്ക് കാര്യമായിട്ട് ഉപകാരമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞ പാട് നമുക്ക് ആ ഒരു ഡാം ഹെയർ ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് നമ്മൾ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ കുറച്ചൊക്കെ സെറ്റ് ആയി നിൽക്കും. പിന്നെ എന്റെ മുടി ഇങ്ങനെ സ്മൂത്തനിങ്ങും കെരാട്ടിനും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ അധികം പിന്നെ ഹീറ്റ് ടൂൾസ് അങ്ങനെ തലയിലേക്ക് കൊണ്ടുപോകാറില്ല. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ ഉപയോഗിക്കാറുള്ളത്. സോ എന്തായാലും ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ വേവി ഹെയർ ഒക്കെ ആണ്, നിങ്ങൾക്ക് ഇങ്ങനെ കുറെ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നാക്ക് കിട്ടണം. അതിന് കുറച്ച് പ്രാവശ്യം ട്രൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അങ്ങനെ സോ ഇതാണ് നമ്മളെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത്. നമ്മളെ ഹെയർ കെയറിലുള്ള
ലാസ്റ്റ് ടോൾ എന്ന് പറയുന്നത് എഗെയിൻ അഗാറോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനാണ്. ഇതാണ് എന്റെ റീസെന്റ് പർച്ചേസ്. ഇതിപ്പോ കുറച്ചായി, ഒരു 5-6 മാസമായി, 4-5 മാസമായി എന്തായാലും തോന്നുന്നു. സോ ഇതെന്ന് പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കണം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിപ്പോ എന്താ ഞാൻ പെട്ടിയിലൊക്കെ വെച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്മൂത്തനിങ് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല. ഇങ്ങനെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതും ഒരു കൈൻഡ് ഓഫ് കോംബാണ്. പക്ഷെ ഇത് നേരത്തെ ഞാൻ കാണിച്ച കോമ്പിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മുടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല കുറച്ചും കൂടി ഹീറ്റ് സെറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അത്ര വലിയ സൈസും നല്ലൊരു കുഞ്ഞു സാധനമാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്ലൗസും അവർ തരുന്നുണ്ട് കൈ കൊള്ളാതിരിക്കാൻ വേണ്ടി. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു, കാരണം പെട്ടെന്ന് കൈ കൊള്ളും, അത്രയും നല്ല ഹീറ്റാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ നിങ്ങൾ മുടിയിൽ അടിച്ചതിന് ശേഷം മാത്രം ഇതിന്റെ ഒക്കെ മുകളിലേക്ക് പോകാം കേട്ടോ. അല്ലാണ്ട് മുടിയൊക്കെ പൊട്ടി താഴെ കിടക്കും. ഇതിന്റെ മുടി നിറച്ച മുടിയാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. അത് കാലിന്റെ മടമ്പിലൊക്കെ ഇങ്ങനെ ഈ ഡെഡ് സെൽസ് കൂടി കിടക്കില്ല, അതിനെന്താ പറയാന്ന് വെച്ചാൽ കാലസ് അറിയില്ലേ, ഇങ്ങനെ ഭയങ്കര ഓരായിട്ടുള്ള ഡ്രൈ സ്കിൻ ഒക്കെ വന്നിട്ട് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നത്. അപ്പൊ മാസത്തിൽ ഒരിക്കലെങ്കിലും കാലിന്റെ അടിയൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ ഒരു 10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഇത് വെച്ചിട്ട് വരച്ചാൽ ആ ഡെഡ് സെൽസ് ഒക്കെ ഈസി ആയിട്ട് പോകും. ആൻഡ് ഇതിനും ഇതേപോലെ നമുക്ക് ഡിറ്റാച്ചബിൾ ഹെഡ് ആണ്, 3 ഹെഡ് ഉണ്ട്, വേറൊരു ഹെഡ് ഉണ്ട്, പിന്നെ അതിന്റെ വയറുണ്ട്, ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ലൈഫ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിനാണ് കേട്ടോ. സോ ഇത് എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് തോന്നി. പക്ഷേ ഞാൻ കുറെ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള 4-5 പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പൊ കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ട്, കാരണം ഇപ്പൊ ഞാൻ റൂമിൽ കൂടെ വരെ ചെരുപ്പിട്ടാണ് നടക്കാറ്. അപ്പൊ കാലം അങ്ങനെ പൊടിയൊന്നും ആയിട്ട് അങ്ങനെ അതൊന്നും കോണ്ടാക്ട് വരുന്നില്ല. പക്ഷെ ഇത് വാങ്ങിയ സമയത്ത് ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഒരു എവിഡന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമ്മളെ കാലിന്റെ മടമ്പിന്റെ ഭാഗത്തുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ കാലിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഹാഷ് ആയിട്ട് കൊണ്ട് വരയ്ക്കാണ്ടിരുന്നാൽ മതി, മെല്ലെ അങ്ങനെ പല ടൈപ്പ് ഓഫ് സ്റ്റാലസ് റിമൂവേഴ്സ് ആമസോണിലുണ്ട് കേട്ടോ. ഞാൻ 1-2 എണ്ണം വേണ്ടി ലിങ്ക് ചെയ്യാം, പല റേറ്റിൻ്റെത് കണ്ടിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.